നമസ്കാരം. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽപ്പെട്ട ഡ്രൈവർ യദുവിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് അത് റദ്ദാക്കുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. KSRTCയിൽ നിന്നും പിരിച്ചുവിടാനുള്ള ഒരു ആലോചനയുമുണ്ട്. ഇപ്പോൾ സംഭവ ദിവസം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഡ്രൈവിങ്ങിനിടെ യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഡ്രൈവിങ്ങിനിടെ ഫോൺ ഉപയോഗിച്ച നിയമലംഘനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് KSRTCക്ക് റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിനും ഈ റിപ്പോർട്ട് നൽകും. ഇതോടെ ജോലിയും ലൈസൻസും യദുവിന് നഷ്ടമാകാൻ സാധ്യത ഏറെയാണ്. മേയർക്കും MLA സച്ചിൻ ദേവിനുമെതിരെ നിരന്തരം പ്രതികരിക്കുന്ന യദുവിനെ എല്ലാ അർത്ഥത്തിലും തളയ്ക്കുവാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത്. തൃശ്ശൂരിൽ നിന്നും യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ പലതവണയായി യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ബസ്സിലെ CCTV ദൃശ്യം കാണാതായതിന് ഉത്തരവാദി ഡ്രൈവറാണ് എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ചുണ്ടാവാമെന്നും വളരെ അത്യാവശ്യമായി വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ടി വരാറുണ്ടെന്നും കൃത്യമായി ഓർമ്മയില്ല എന്നുമൊക്കെ യദു ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂർ ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ എന്ന് യദു ചോദിക്കുന്നുണ്ട്. താൽക്കാലിക ഡ്രൈവറായ യദുവിനെ KSRTCക്ക് വളരെ പെട്ടെന്ന് അനായാസം പിരിച്ചുവിടാൻ കഴിയും. നടിയുടെ പരാതിയിലും പോലീസ് കേസെടുക്കുവാനുള്ള സാധ്യതയുമുണ്ട്. അതായത് ഫോൺ ഉപയോഗം നിയമലംഘനമാണ് എന്നും പക്ഷേ ചിലപ്പോൾ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാവാറുള്ളതെന്നൊക്കെ യദു പറയുന്നുണ്ട്. സുഖമില്ലാത്ത അമ്മയും കുട്ടിയുമൊക്കെയാണ് വീട്ടിലുള്ളത്. നടപടി വരുമ്പോൾ അപ്പോൾ നോക്കുമെന്ന് കൂടി ഈ വാദത്തിനോട് യദു കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. മെമ്മറി കാർഡ് കാണാതെ ആയതിന് പിന്നിൽ ഡ്രൈവറാണ് എന്ന ആരോപണത്തിനും യദു മറുപടി നൽകുന്നുണ്ട്. കാർഡ് കിട്ടേണ്ട ഏറ്റവും ആവശ്യക്കാരൻ താനാണ്. അങ്ങനെയാകുമ്പോൾ തനിക്ക് കാര്യങ്ങൾ എളുപ്പമാവും. പക്ഷേ അത് കണ്ടുപിടിക്കുവാൻ പോലീസ് തയ്യാറാവുന്നില്ല എന്നുകൂടി യദു പ്രതികരിക്കുകയാണ്. അപ്പോൾ ഞാൻ മെമ്മറി കാർഡ് എടുത്തതിന് തെളിവില്ല. ഇതിനിടെ KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർക്കും MLAയ്ക്കുമെതിരെയൊക്കെ കണ്ടോൺമെൻറ്റ് പോലീസ് ഇപ്പോൾ കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേസെടുത്തിരിക്കുകയാണ്. കാർ കുറുകയിട്ട് ബസ് തടഞ്ഞ സംഭവത്തിൽ എറണാകുളം സ്വദേശിയായിട്ടുള്ള അഭിഭാഷകൻ ബൈജു നോയലാണ് കോടതിയെ ഇത് പറഞ്ഞ് സമീപിച്ചിരുന്നത്. ഹർജി പരിഗണിച്ച കോടതി പരിശോധിച്ച് നടപടിയെടുക്കുവാൻ കണ്ടോൺമെൻറ്റ് പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ഗതാഗത നിയമലംഘനത്തിൻ്റെ പേരിൽ യദുവിനെതിരെയും നടപടി വരുന്നത് എന്ന് പറയാം. അതേസമയം നമ്മൾ ചിന്തിക്കേണ്ടത് ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ DYFI പ്രവർത്തകനും ബസ്സിലെ കണ്ടക്ടറുമായ സുബിനെ സംശയമുണ്ടെന്നാണ് യദു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല യദു എന്ന് പറയപ്പെടുന്ന ആളും കണ്ടക്ടറും MLAയും അടക്കം ഗൂഢാലോചന നടത്തിയോ എന്ന് സംശയിക്കുന്നുവെന്നും ഡ്രൈവർ പറയുന്നുണ്ട്. സംഭവം നടക്കുമ്പോൾ കണ്ടക്ടർ മുൻ സീറ്റിലാണ് ഇരുന്നിരുന്നത്. സച്ചിൻ ദേവ് ബസ്സിൽ കയറുമ്പോൾ എഴുന്നേറ്റ് സീറ്റ് നൽകിയത് ഈ കണ്ടക്ടറാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. MLA വന്നപ്പോൾ സഖാവെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് മുന്നിലെ സീറ്റ് മാറി കൊടുത്തു എന്നും യദു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും മേയറും KSRTC ഡ്രൈവർ യദുവുമായിട്ടുള്ള തർക്കമെന്ന് പറയപ്പെടുന്നത് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മേയറെയും സച്ചിൻ ദേവ് MLAയും രക്ഷിച്ചെടുക്കുന്നതിനുള്ള കൃത്യമായ മാർഗങ്ങൾ പോലീസും സർക്കാരുമൊക്കെ ചേർന്നുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് യദു എന്ന് പറയപ്പെടുന്ന KSRTCയുടെ താൽക്കാലിക ഡ്രൈവർ കുരുക്കിലാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്രയും നാൾ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയുമൊക്കെ ചെയ്ത യദുവിനെ പക്ഷേ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കുരുക്ക് മുറുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലൈസൻസ് അടക്കമുള്ളവ കട്ട് ചെയ്യുന്ന തീരുമാനത്തിലേക്കും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന കാര്യങ്ങളടക്കമുള്ളവയായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. അക്ഷരാർത്ഥത്തിൽ യദു എന്ന് പറയപ്പെടുന്ന KSRTC ഡ്രൈവർ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം വഴിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജോലിയും നഷ്ടപ്പെടുന്നു. ഒപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ട് വഴിയാധാരമാകുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരവസ്ഥയിൽ യദുവിനെ കൊണ്ടെത്തിക്കുവാൻ മേയർക്കും ഒപ്പം തന്നെ ജനപ്രതിനിധിയായിട്ടുള്ള സച്ചിൻ ദേവിനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.